പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു കാശ്മീർ അല്ലെങ്കിൽ POK എന്ന പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രതിഷേധം സംഭവിക്കുന്നു, വലിയൊരു കലാപം തുടങ്ങി. ഇങ്ങനെയൊക്കെ പല വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നതും അവിടെ സംഭവിക്കുന്ന ഈ ഒരു ക്ലാഷിനെ കുറിച്ച് മാത്രമല്ല. ഒരുപാട് മാധ്യമങ്ങളിലൂടെ പല വ്യാജ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, അവിടെയുള്ള ജനങ്ങളുടെ ഡിമാൻഡ്സ് എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളായിട്ടുള്ള അൽ ജസീറ, റോയിട്ടേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കട്ട് ന്യൂസ് പുറത്തുവിടുന്നു എന്നതല്ലാതെ ഇതിനുള്ള ഇമ്പോർട്ടൻസ് അവർ നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ ഇവയെല്ലാം വിശദമായി അറിയാൻ പോവുകയാണ്. മുസാഫറാബാദ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള വളരെ പ്രധാനപ്പെട്ട നഗരം. ഇത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നതിനേക്കാൾ അവിടെയുള്ള ഒരുപാട് ജനങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പാകിസ്ഥാന്റെ സർക്കാരിന് തുടക്കം മുതൽ തന്നെ ഇഷ്ടപ്പെട്ടില്ല. 100 പേരുണ്ടെങ്കിൽ 70 പേരോളം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. 30 പേർ മാത്രമായിരിക്കും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ. ഇതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഒരുപാട് വിവേചനവും ജനങ്ങൾക്കെതിരെയുള്ള പല പ്രോസസ്സുകൾ ചെയ്യുക, ഇങ്ങനെ പാകിസ്ഥാൻ സർക്കാർ അവിടെയുള്ള ജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെടുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടെ പ്രതിഷേധം സംഭവിക്കുക, ഇതൊക്കെ വളരെ കാഷ്വലായ കാര്യമാണ്. എന്നാൽ അതിന് എതിർദിശയിലുള്ള കാശ്മീർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു പ്രദേശം. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജനങ്ങൾ പ്രധാനമായും പാകിസ്ഥാനെതിരെ തിരിയാൻ കാരണം ഞങ്ങൾക്ക് ഇന്ത്യ വേണം, ഞങ്ങളെ ഇന്ത്യയുമായി ചേർക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉയരുന്നത്. അവിടെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ഇന്ത്യയുമായി ചേരണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും അവർ ഇന്ത്യയുമായി ചേരണം എന്നാഗ്രഹിക്കാൻ കാരണം തന്നെ അവിടെ ഉണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം, വിലകയറ്റം, കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ പോലും കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ, ഇങ്ങനെ ഇൻഫ്ലേഷൻ കാരണം ആ രാജ്യത്തുള്ള സമ്പദ് വ്യവസ്ഥ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഇവർ കൂടുതലായും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ 10 ദിവസമായി തീവ്രമായി സംഭവിക്കുന്നുണ്ട്. അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധം ചെയ്യുന്ന ഒരു സംഘടന അവിടെ കലാപം തുടങ്ങി വയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ എയർഫോഴ്സ് അടുത്തിടെ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഏരിയൽ സ്ട്രൈക്ക് ആരംഭിച്ചു. ഈ ഒരു ആക്രമണത്തിൽ ചില കുഞ്ഞുങ്ങളും അവിടെയുള്ള ചില ജനങ്ങളും ഒക്കെ മരിച്ചിരുന്നു. ഇത് ലോകം മുഴുവനും ഒരു ചർച്ചാ വിഷയമായി തന്നെ മാറി. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകേണ്ട മാധ്യമങ്ങൾ ഇതിനെ ചെറിയൊരു വാർത്തയാക്കി മാത്രം അവസാനിപ്പിച്ചു. അതല്ലാതെ ആരും ഇതിനെക്കുറിച്ച് വലുതായി സംസാരിച്ചില്ല. കാരണം ഇന്ത്യയെ അനുകൂലിച്ച് അവിടെ ചില ജനങ്ങൾ നിൽക്കുന്നതും പാകിസ്ഥാന് എതിരെ പ്രതിഷേധം സംഭവിക്കുന്നതുമാണ് കാരണം. ഇങ്ങനെ അവിടെയുള്ള ജനങ്ങൾ പാകിസ്ഥാന് എതിരെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആരും സംസാരിക്കുന്ന പോലുമില്ല. ആ വശത്ത് ബലൂചിസ്ഥാൻ നോക്കിയാൽ പ്രശ്നങ്ങൾ ഇതിനേക്കാൾ മോശമാണ്. ആദ്യം നമുക്ക് ഈ വശത്തെക്കുറിച്ച് അറിയാം. ഇങ്ങനെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാന്റെ ഈ ഒരു കയറ്റം എന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അധികമായി തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇവർ ചെയ്തത് ഒരു പ്രതിഷേധം അവിടെ തുടങ്ങി വെക്കുന്നു. ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറിയിക്കാനായി 38 പോയിന്റ്സ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നൽകണം, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ജനങ്ങൾക്ക് നല്ലതായി മാറണം, ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, ഇങ്ങനെ ഇത് സംബന്ധിക്കുന്ന ചില അറിയിപ്പുകൾ പുറത്തുവിട്ടു. സത്യത്തിൽ തുടക്കത്തിൽ സമാധാന പ്രതിഷേധമായി മാത്രം ഇത് തുടർന്നു. അവർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഡിമാൻഡ്സ് ഒക്കെ പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരണം, ഈ ഗോതമ്പ് ഞങ്ങൾക്ക് സബ്സിഡിയിൽ നൽകുക, ഇവിടെയുള്ള ജനങ്ങൾ ഭക്ഷണത്തിന് പോലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾ സബ്സിഡിയിൽ നൽകുക, ഇലക്ട്രിസിറ്റിയുടെ ബിൽസ് കുറയ്ക്കുക, ഇവിടെയുള്ള ജനങ്ങൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും നൽകുക, ഇവിടെയുള്ള ആശുപത്രികൾ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ്, ഈ ആശുപത്രിയൊക്കെ മാറ്റി ഞങ്ങൾക്ക് ശരിയായ ഒരു മെഡിക്കൽ ഫെസിലിറ്റി നൽകുക. ഇങ്ങനെ ബേസിക് ഹ്യൂമൻ നീഡ്, എന്താണോ മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ആവശ്യം, അതിനെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. വീണ്ടും ഇവർ മുന്നിൽ വെച്ച വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അവിടെയുള്ള ലോക്കൽ അധികാരികൾ അവിടെയുള്ള ജനങ്ങൾക്കെതിരെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കി കാണുക. ഇങ്ങനെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ അവർ പൂർണ്ണമായും തങ്ങൾക്ക് സ്വന്തമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ജീവിക്കുന്ന ജനങ്ങളെ അവർ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല.
ഇവയെ എല്ലാം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചത്. എന്നാൽ തുടങ്ങിയ ഈ ഒരു പ്രതിഷേധത്തെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് നിയന്ത്രിച്ചു. ഇന്നുവരെയും ഒഫീഷ്യലായി ഒരു 10 പേർ മരിച്ചതായി പറയുന്നു. എന്നാൽ അവിടെ നിന്ന് വരുന്ന ഈ ഗ്രൗണ്ട് റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയാൽ 15-20 പേരോളം മരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ കൗണ്ട് കൂടാനാണ് സാധ്യത. ഒരുപാട് പേർ ആശുപത്രിയിൽ സീരിയസ് കണ്ടീഷനിലാണുള്ളത്. ഇങ്ങനെയുള്ള റിപ്പോർട്ട്സും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും അവിടെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഈ മുസാഫറാബാദ് ആണ്. അതിന് ചുറ്റുമുള്ള ഈ പാലങ്ങൾ എല്ലാം പാകിസ്ഥാൻ ഫോഴ്സസ് കണ്ടെയ്നർ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര വിപ്ലവം സംഭവിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിനെ ശരിയായി ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയാതെ ജനങ്ങളെ ബ്ലോക്ക് ചെയ്യാനും അവരെ നോക്കി വെടിയുതിർക്കുന്നതിനു വേണ്ടിയും പാകിസ്ഥാൻ സൈന്യം അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഒരുപാടിടങ്ങളിൽ ഇവർ ബ്ലോക്കേഡായി നൽകിയ കണ്ടെയ്നേഴ്സ് ഒക്കെ അവിടെയുള്ള ജനങ്ങൾ ഒരു 50-100 പേർ ചേർന്ന് തള്ളി നദിയിലേക്ക് വലിച്ചെറിയുന്നതും വളരെ വേഗത്തിൽ മുന്നേറുന്നതും കാണുന്നുണ്ട്. ഇതെല്ലാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ വലിയൊരു പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. ഈ മുസാഫറാബാദിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം 58 ഇടങ്ങളിലാണ് ക്ലാഷ് സംഭവിച്ചത്. ഇതൊന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്ത് പറയുന്നേയില്ല. എന്നാൽ 58 ഇടങ്ങളിൽ കൂടുതൽ ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം പ്രശ്നം വ്യാപിച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം പാകിസ്ഥാൻ സർക്കാരിനെതിരെ തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇതൊന്നും കാര്യമാക്കുന്നേയില്ല. ഇത് സംബന്ധിക്കുന്ന ഏതൊരു സ്റ്റേറ്റ്മെന്റും അവർ നൽകുന്നില്ല. പാകിസ്ഥാനിൽ നിന്ന് നേരെ ട്രംപിനെ കാണാൻ പോകും. ട്രംപിനെ കണ്ടിട്ട് പ്രധാനപ്പെട്ട മിനറൽസിനെ വിൽക്കാനുള്ള ഒരു ഡീൽ മേക്ക് ചെയ്യും. സാധാരണ ഒരു ആർമി ചീഫും പ്രൈം മിനിസ്റ്ററും സംസാരിക്കുകയാണ്. അതിനിടയിൽ അവരുടെ അമേരിക്കയുടെ അജണ്ട സംസാരിച്ചു, അല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യത്ത് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമെന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ അത് മാത്രമല്ല സത്യം. പാകിസ്ഥാനിലുള്ള 29 MNC കമ്പനീസ് ആണ് പാകിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോയത്. ഇപ്പൊ അടുത്തിടെ നോക്കിയാൽ P&G ഗ്രൂപ്പ് ബേസിക് ഹ്യൂമൻ നീഡ്സിന് ആവശ്യമായ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് നിർമ്മിക്കുന്നതിൽ P&G കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ആ ഒരു കമ്പനി പാകിസ്ഥാൻ വിട്ട് പുറത്തുപോയി. അതിനവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാനിൽ ഒരു സ്റ്റേബിളായ ഗവൺമെന്റ് ഇല്ല, അവിടെ സ്റ്റേബിളായ വർക്ക് ഫോഴ്സ് ഇല്ല, ഇവയൊന്നും ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് അവിടെ ബിസിനസ് റൺ ചെയ്യാൻ കഴിയുന്നില്ല. ഇത്തരം കാരണങ്ങളാൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോകുന്നതല്ലാതെ മറ്റു മാർഗം ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വിട്ട് പുറത്തേക്ക് പോയി. ഇവിടെ പാകിസ്ഥാനിലെ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോയത് തന്നെ ബലൂചിസ്ഥാനിലെ ചില പ്രധാനപ്പെട്ട മിനറൽസ് ട്രംപിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ അവർ നൽകിയാൽ അടുത്ത് ചിന്തിച്ചു നോക്കുക, അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ ലിഥിയം റിസർവ് ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ എത്രത്തോളമാണോ ലിഥിയം റിസർവ് ഉള്ളത്, അല്ലെങ്കിൽ എത്രത്തോളമാണോ അതിന്റെ തുരങ്കങ്ങൾ ഉള്ളത്, അത്രത്തോളം തന്നെ ബലൂചിസ്ഥാനിലുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് US-ന്റെ ഇൻവോൾവ്മെന്റ് ബലൂചിസ്ഥാനിൽ ഉണ്ടാകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ബലൂചിസ്ഥാനെ പ്രത്യേക ഒരു രാജ്യമായി മാറ്റണമെന്ന് പ്രതിഷേധിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെതിരെ ഒരു വലിയ പ്രശ്നം പുറപ്പെടും. ഈ ജനങ്ങളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തുകയും എന്നിട്ട് പാകിസ്ഥാനുമായി ചേർന്ന് ഈ BLA ആർമിക്കെതിരെ, ബലൂച്ച് ലിബറേഷൻ ആർമിക്കെതിരെ ഒരു വലിയ പ്രതിഷേധവും നടത്തും. ഇങ്ങനെ നടന്നാൽ സംഭവിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ എന്ത് പ്രശ്നമാണോ സംഭവിച്ചത്, അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ താലിബാൻസ് ഗവൺമെന്റിനെതിരെ അമേരിക്ക ഒരു വലിയ പ്രശ്നം തുടങ്ങി വെച്ചത്, അതുപോലെ ബലൂചിസ്ഥാനിലും സംഭവിക്കും. ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം നേരിട്ട് ഇവിടെ ഇൻവോൾവ് ആയില്ല, അല്ലെങ്കിൽ നേരിട്ട് അവർ അകത്തേക്ക് കയറി ബലൂചിസ്ഥാനിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും പാകിസ്ഥാൻ ആവശ്യമായ എല്ലാ സഹായവും അമേരിക്ക ചെയ്യും. ഇങ്ങനെ പാകിസ്ഥാന് ചെയ്യുന്ന സഹായങ്ങളിൽ ഒരു 100 മിസൈൽസ് വന്നാൽ അതിൽ 10 മാത്രമായിരിക്കും ഈ ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുക. ബാക്കിയുള്ളവയെല്ലാം അവർ സേവ് ചെയ്യും. എന്തായാലും ട്രംപിനൊരു കണക്ക് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നാളെ ഇന്ത്യയുമായി ഒരു പ്രശ്നം വരും, അപ്പോൾ ഇന്ത്യക്ക് നേരെ ഇത് ഉപയോഗിക്കാമെന്ന ചിന്തയോടുകൂടി മാറ്റിവെക്കും. അപ്പോൾ ആര് എന്ത് വെപ്പൺസ് നൽകിയാലും അത് അവസാനം നിൽക്കാൻ പോകുന്നത് ഇന്ത്യൻ ബോർഡറിലായിരിക്കും. ഇങ്ങനെ പാകിസ്ഥാൻ എന്ത് സഹായം ചെയ്താലും ശരി, പാകിസ്ഥാൻ എത്രത്തോളം മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ശരി, അവിടെയുള്ള ഈ മിനറൽസ് എല്ലാം എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പാകിസ്ഥാൻ എന്തൊക്കെ സഹായം നിങ്ങൾ ചെയ്താലും അതെല്ലാം ഇന്ത്യക്കെതിരെ ആയിരിക്കും വരിക. ശരി, ഇവർ ഇന്ത്യക്കെതിരെ നിൽക്കുകയാണ്. ആ പാകിസ്ഥാൻ എന്ന രാജ്യം എന്നാണോ ഉണ്ടായത് അന്ന് മുതൽ അവർ ഇന്ത്യക്കെതിരെ നിൽക്കുകയാണ്. ശരി, അത് പ്രശ്നമല്ല. എന്നാൽ അവിടെയുള്ള ജനങ്ങളെയെങ്കിലും അവർ സഹായിക്കണമല്ലോ. ഇതിനകം ഈസ്റ്റ് പാകിസ്ഥാനിലും വലിയൊരു സപ്രഷൻ നടക്കുകയാണ്. ജനങ്ങൾക്ക് അവർ ശരിയായി സഹായം ചെയ്യുന്നില്ല, ജനങ്ങൾക്ക് ആവശ്യമായ ഏതൊരു ബേസിക് നീഡും നൽകുന്നില്ല എന്ന കാരണം കാണിച്ച് ഇത്ര വലിയൊരു കലാപം ഉണ്ടാവുകയും അത് പകുതിയായി പിളർന്ന് ബംഗ്ലാദേശായി മാറുകയും ചെയ്തു. ഇപ്പോൾ അതുപോലെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചില ജേർണലിസ്റ്റിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്, അതൊന്ന് നോക്കാം. അതിലൊക്കെ പറയുന്നത് കാശ്മീരിൽ ഒരുപാട് പ്രശ്നം സംഭവിക്കുന്നു, കാശ്മീരിൽ ഗവൺമെന്റ് ഒരുപാടിടങ്ങളിൽ ചില ചട്ടക്കൂടുകൾ ഇടുന്നു, ഇങ്ങനെ തെറ്റായ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷെ അത് സത്യമല്ല.
ഇവിടെ കാശ്മീരിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ അത് ഒട്ടും തന്നെ ഇല്ല. ശരിയായ ഒരു അടിമത്വം അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് പുറത്താർക്കും അറിയില്ല. കാരണം ആരും പുറത്ത് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അവരുടെ ഇമേജ് പ്രോപ്പർ ആയിരിക്കണമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനെ സ്വർഗമായും നമ്മുടെ കാശ്മീരിനെ നരകമായും കാണിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ അവസ്ഥ അത്ര പെട്ടെന്ന് മാറില്ല. എന്നാൽ ഇവർ സ്വർഗമായി കാണിക്കുന്ന ആ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇതാണ് റിയാലിറ്റി. ഇത്രത്തോളം മോശമായി പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള ജനങ്ങളെ പാകിസ്ഥാൻ സർക്കാർ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വിപ്ലവം അവിടെ സംഭവിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആയാലും ശരി, ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങൾ ജനങ്ങളെ നിയന്ത്രിക്കുകയാണ്, ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ അടിച്ചമർത്തി വയ്ക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു വിപ്ലവം അവർ എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ ആ ഗവൺമെന്റിനെ കൊണ്ട് താങ്ങാനേ കഴിയില്ല. അതിന്റെ ഒരു വേർഷനാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ സംഭവിക്കുന്നത്. എന്നാൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. കാരണം വർഷത്തിൽ എങ്ങനെ നോക്കിയാലും ഒരു 40-50 പ്രൊട്ടസ്റ്റ് ഇതുപോലെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് ആരംഭിക്കുന്നു, എന്നാൽ അത് ഏത് തീരുമാനവും എടുക്കാതെ അവസാനിക്കുകയും ചെയ്യുന്നു. വീണ്ടും പ്രൊട്ടസ്റ്റ് ആരംഭിക്കുന്നു, വീണ്ടും അവസാനിക്കുന്നു. ഇങ്ങനെ ഇതൊരു സൈക്കിളായി തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും ഇതൊരു വലിയ പ്രശ്നം, ഒരു കലാപമായി തന്നെ മാറും. അന്ന് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാനെതിരെ തിരിയും. ആ ഒരു ദിവസം കാശ്മീർ ഇന്ത്യയുമായി ചേരുന്നത് ആരെ കൊണ്ട് മാറ്റാനും സാധിക്കില്ല. എന്നാൽ പാകിസ്ഥാൻ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളായി പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനുള്ളിലേക്ക് കയറി നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി ആ സ്ഥലത്തെ നമ്മളോടുകൂടി ചേർക്കണമെന്ന ആവശ്യമേ ഇല്ല. എല്ലാം താനെ നമ്മുടെ പക്കലേക്ക് തന്നെ വരും. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പാകിസ്ഥാനിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പാകിസ്ഥാൻ പറയുന്ന ഒരു മറുപടി അല്ലെങ്കിൽ കാരണം എന്താണെന്ന് അറിയണ്ടേ? എല്ലാത്തിനും കാരണം ഇന്ത്യയാണ്, ഇന്ത്യയുടെ സൈന്യമാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ. ശരി, അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല എന്ന് തന്നെ വയ്ക്കാം. കാരണം നിങ്ങളെ കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെങ്കിലും ചെയ്യണ്ടേ? ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഇത് ഇങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. സത്യത്തിൽ കാശ്മീർ ഇന്ത്യക്ക് സ്വന്തമായ ഒരു നാടാണ്. ഇതവർ എന്തൊക്കെയോ തട്ടിപ്പുകൾ നടത്തി അല്ലെങ്കിൽ തുടക്കം മുതലേ പാകിസ്ഥാനെ നമ്മളൊന്ന് ശിക്ഷിക്കാതെ വിട്ടതിൻ്റെ എല്ലാം ഫലമായാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ കാശ്മീർ പണ്ടേ നമ്മുടെ പക്കലേക്ക് വന്നേനെ, ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കാശ്മീർ തീർച്ചയായും ഇന്ത്യക്ക് സ്വന്തമാണ്. അതൊന്നും ആരെ കൊണ്ട് മാറ്റി എഴുതാൻ സാധിക്കില്ല. ഇത് പറയുന്നതിൽ യാതൊരു ഭയവും വേണ്ട, തെറ്റുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? കാശ്മീർ എന്നായാലും അത് ഇന്ത്യയുടെ സ്വത്ത് തന്നെയാണ്. ഇതിൽ പറഞ്ഞു വന്നാൽ വാടക നൽകാതെ താമസിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് പാകിസ്ഥാൻ. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.